കൈവച്ച് ആരാധന പാടാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റു പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, കൃപാസനം കൃപാസനം, പ്രസാദപരമാതാവേ, പ്രസാദപരമാതാവേ, അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ. കൃപാസനത്തിലെ മരിയൻ കൃപാഭിഷേക ധ്യാനത്തിലും മറ്റു ശുശ്രൂഷകളെല്ലാം പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണം. സ്തുതികടേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, കൃപാസനം, കൃപാസനം, പ്രസാദപരമാതാവേ, പ്രസാദപരമാതാവേ, സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ. കൃപാസനത്തിൽ ദിവസവും നടക്കുന്ന ശുശ്രൂഷകളെ അധികരിച്ചുകൊണ്ട് എന്റെ പ്രാർത്ഥന അങ്ങ് ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ, പരിശുദ്ധ അമ്മേ, കൃപാസനം, കൃപാസനം, പ്രസാദപരമാതാവേ, പ്രസാദപരമാതാവേ, എന്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ. ചൊവ്വാഴ്ചകളിലെ മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഏറെ ശ്രദ്ധയോടും ദൈവസ്നേഹത്തോടും കൂടെ നമുക്ക് ഈ തിരുമണിക്കൂർ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ധ്യാനിച്ച് ദൈവകൃപയിൽ നിറയാം. പ്രിയപ്പെട്ടവരെ,
ഒന്ന് പ്രാർത്ഥിക്കുക അച്ഛനോട് ചേർന്ന്. കർത്താവേ, അങ്ങയുടെ ദിവ്യസ്നേഹത്തെ ദിവ്യകുർബാനയുടെ സാന്നിധ്യത്തെ ധ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുകയും കർത്താവേ, ഈ പ്രത്യേക കാലഘട്ടത്തിലെ ഞങ്ങൾ കടന്നു പോകുന്ന പരീക്ഷണങ്ങളിൽ അതിജീവിക്കുവാൻ ആവശ്യമായ അഭിഷേകത്താൽ ഞങ്ങളെ നിറക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മനസ്സിൽ വന്ന കുറച്ച് കാര്യങ്ങൾ എൻ്റെ സഹോദരങ്ങളോട് ഈ സമയത്ത്, ഒരു ക്രിസ്തീയ വിശ്വാസി ഇങ്ങനെ ഉള്ള ഒരു ആപൽസന്ധിയിൽ വാട്ട് ഷുഡ് ബി അവർ അപ്രോച്ച്, സുവിശേഷവിഹിതമായ ഒരു പോസിറ്റീവ് അപ്രോച്ച് എന്താണ്, ഇതിനെക്കുറിച്ച് വിട്ടുതടങ്കലായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് എന്താണ്. അപ്പം ഞാനെപ്പോഴും ചിന്തിച്ചത് വിശുദ്ധ പൗലോസപ്പോസ്തലൻ്റെ അനുഭവങ്ങളാണ്. അത് എനിക്കും ഗുണം ചെയ്യും, നിങ്ങൾക്കും ഗുണം ചെയ്യും. വിശുദ്ധ പൗലോസപ്പോസ്തലൻ്റെ കുറേ 14 ലേഖനങ്ങളോളം നമ്മൾക്കുണ്ട്. അതിശക്തമായ ദൈവ അനുഗ്രഹ അഭിഷേകമായ വചനങ്ങളാണ്. അതിൽ പ്രിസൺ ലെറ്റേഴ്സ് ഉണ്ട്. പ്രിസൺ ലെറ്റേഴ്സ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിസൺ ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, തടങ്കൽ കാലത്ത് എഴുതിയിട്ടുള്ള ലേഖനങ്ങളാണ്. നമ്മളിപ്പോൾ തടങ്കലിലാണല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയണത്. നമ്മളിപ്പോഴും അപകടകരമായ രീതിയിൽ തടങ്കലിലാണ്. ഇതുപോലെ പൗലോസ് അപ്പോസ്തലൻ തടങ്കലിലായിരുന്ന ഒരു കാലമുണ്ട്. ആ തടങ്കലിൽ ജയിലിൽ വെച്ച് കയ്യാമം വെച്ച് കാലേലും കയ്യിലും ചങ്ങലയിട്ട് ഒരു മുറി കുറ്റിയെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു കാലം, അതാണ് പ്രസൻ. അപ്പോഴും വിലങ്ങ് കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ചില ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. വിശ്വാസിയുടെ ഒരു ജീവിതം അങ്ങനെയാണേ. വിശ്വാസത്തിന് ലീവില്ലല്ലോ, സുവിശേഷ സാക്ഷ്യത്തിന് ലീവില്ല. വിലങ്ങെങ്കിൽ വിലങ്ങോടുകൂടിയാണ് നമ്മളെ കർത്താവിന് സാക്ഷ്യം വഹിക്കേണ്ടത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പം ഫിലിപ്പിയ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. ഫിലിപ്പീൻസ് എന്ന് പറഞ്ഞ പോലെ ഫിലിപ്പിയ ദേശം ഉണ്ടായിരുന്നു. അവിടെ സഭയുണ്ടായിരുന്നു. അപ്പോൾ ഈ പൗലോസിൻ്റെ മിഷൻ യാത്രകളിലെല്ലാം സഹായിച്ച ആൾക്കാരാണ് ഫിലിപ്പീൻസ്. അത് ചോദിക്കാതെ തന്നെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലന് ഭയങ്കര നന്ദിയുണ്ട് ഫിലിപ്പിയരോട്. അപ്പോൾ ഈ വിലങ്ങിലാണെങ്കിലും ഈ അകതം പിടിച്ച അവസ്ഥയിലാണെങ്കിലും ആ കടപ്പാട് ഭയങ്കര ഹൃദ്യമാണ്. ഈ അപ്പോസ്തലന്മാരുടെയൊക്കെ ട്രഡീഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പോസ്തലിക് ട്രഡീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നടപ്പിൽ വരുത്തുന്നത് ലിറ്റർജിയാണ്. ആരാധനക്രമത്തിൽ മാത്രമാണ് പലപ്പോഴും നമ്മൾ അപ്പോസ്തല പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ രീതിയിൽ പ്രാധാന്യം കൊടുക്കുന്നത്. പ്രാധാന്യം കൊടുക്കേണ്ടതെന്നല്ല എൻ്റെ അർത്ഥം. മറിച്ച് അപ്പോസ്തല പാരമ്പര്യം വേറെ ഉണ്ട്. എന്താണ് വിലങ്ങ്? എൻ്റെ കയ്യിൽ വിലങ്ങ് അണിഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എഴുതണമെന്ന് പറയും. ഇപ്പോൾ പൗലോസ് തന്നെ ഫിലിപ്പി ലേഖനത്തിൽ എഴുതിയിട്ടുണ്ടത്. അത് അപ്പോസ്തല പാരമ്പര്യമാണ്. ഏത് കൊറോണ ആയാലും ഏത് മുടിയും വായും മൂക്കും മൂടി കെട്ടിയ അവസ്ഥയായാലും സുവിശേഷ സാക്ഷ്യത്തിന് വിശ്വാസിക്ക് ലീവില്ല.
പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അപ്പോസ്തല പാരമ്പര്യ പ്രകാരം ഏത് ക്ലേശകാലങ്ങളിലും സന്തോഷത്തോടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാനും എനിക്ക് എന്നെ സഹായിച്ചവരും നിലനിർത്തിയവരുമായിട്ടുള്ള എല്ലാവരോടുമുള്ള കടപ്പാടുകൾ തീർക്കുവാനും എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികടേ Hallelujah, 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 hallelujah. Yeshua, hallelujah, 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 hallelujah. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാ വിശ്വസിക്കാനാവാ അത്ഭുതം ദൈവം ചെയ്തിടുമേ. തളരരുതേ മനമേ, വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പൗലോസ് പറയണത് ഇപ്പോൾ തെസ്സലോണിക്ക ഫിലിപ്പി ലേഖനം 1:12 അദ്ദേഹത്തിൻ്റെ ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യത്തിൽ ഞാൻ എന്തെങ്കിലും ആമുഖമായിട്ടിത് പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ അടുത്ത വചനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതായത് ഫിലിപ്പിയർ 1:12 സഹോദരങ്ങളെ, എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമായെന്ന് നിങ്ങളറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്നേറ്റ് പറഞ്ഞേ, സഹോദരങ്ങളെ, എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമായെന്ന് നിങ്ങളറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ ക്രിസ്തുവിന് വേണ്ടിയാണ് ബന്ധനസ്ഥനായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ സംഭവിക്കുന്ന ഓരോ ക്ലേശങ്ങളും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ വിശ്വാസ സാക്ഷ്യത്തിന് സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമായെന്നാണ് അപ്പോസ്തലൻ ചിന്തിക്കുന്നത്. അതാണ് അപ്പോസ്തലികമായ വിചാരമെന്ന് പറയുന്നത്. അതാണ് അപ്പോസ്തലിക പാരമ്പര്യം എന്ന് പറയുന്നത്. എന്ത് സംഭവിച്ചാലും ഹൗ ഇറ്റ് ഫേവർ ടു ദി പ്രൊക്ലമേഷൻ ഓഫ് ദി ഗോസ്പൽ, കർത്താവിൻ്റെ സാക്ഷ്യത്തിന് അതെന്തുമാത്രം ഫേവറാകും. വേറെ ചിന്തയില്ല. പ്രാർത്ഥിക്കുക, കർത്താവേ, എൻ്റെ ജീവിതത്തിലെ സംഭവിക്കുന്ന ക്ലേശങ്ങള് എൻ്റെ വിശ്വാസത്തിൻ്റെ സാക്ഷീകരണത്തിന് ഉതകുന്ന വിധം ക്രമീകരിക്കപ്പെടുവാൻ എന്നെ വളർത്തണമേ. ശ്രദ്ധിക്കട്ടെ. വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ, ഏറ്റുപറയാം യേശുവിനെ കർത്താവിനെ. വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ, ഏറ്റുപറയാം യേശുവിനെ കർത്താവിനെ. Yeah.
പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പൗലോസ് അപ്പോസ്തലന്റെ പ്രസന്റ് ലൈഫ്, അതായത് ജയിൽവാസ ജീവിതം, ആ ഫിലിപ്പിയർ 1:7 ഇതുണ്ട്. ഫിലിപ്പിയർ 1:7, ഫിലിപ്പിയർ 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം എന്താ? നിങ്ങളെ എൻ്റെ ഹൃദയത്തിൽ സംവഹിക്കുന്നത് കൊണ്ട് നിങ്ങളെല്ലാവരെയും കുറിച്ച് ഞാൻ അപ്രകാരം വിചാരിക്കുന്നത് യുക്തമാണ്. കാരണം നിങ്ങളെല്ലാവരും കൃപയിൽ എൻ്റെ പങ്കുകാരാണ്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ എൻ്റെ ബന്ധനത്തിലും സുവിശേഷ സംരക്ഷണത്തിലും സ്ഥിരീകരണത്തിലും പൗലോസ് അപ്പോസ്തലനെ സുവിശേഷ വേലയെ സഹായിച്ചത് കാരണം ഏതെങ്കിലും വിധത്തിൽ ഇപ്പം നിങ്ങൾ തന്നെ ഈ ലൈവായിട്ട് ഇപ്പോൾ ശുശ്രൂഷ കൂടുകയല്ലേ, നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മളിതെല്ലാം ക്രിസ്തുവിൻ്റെ നാമത്തിലേക്ക് സഹനം വന്നു കഴിഞ്ഞാൽ ഉടനെ എന്താ ചെയ്യേണ്ടത്? അതുടനെ ഈശോയുടെ അക്കൗണ്ടിലേക്ക് കാരിയോർ ചെയ്യണം. വെരി സിമ്പിൾ. ക്രിസ്ത്യാനിക്ക് മാത്രമേ അത് വരത്തുള്ളൂ, വേറെ ആർക്കും വരുന്നില്ല. കാര്യം എന്താണ്? സഹനത്തെ കൃപയാക്കി മാറ്റിയത് ആരാണ്? ഈശോ മാത്രമാണ്. അപ്പം കൃപയുടെ ഹാർവസ്റ്റിംഗ് ടൈമാണ്. എന്നെ ക്ലേശമായാലും ആ ക്ലേശമെല്ലാം ഈ ക്ലേശം വഹിക്കുന്ന, ഇപ്പോൾ അധ്വാനിക്കുന്ന, ഈശോ പറഞ്ഞ വാക്കെന്താണ്? ഇപ്പോൾ 11:6 നമ്മൾ വായിക്കണില്ലേ? 11:28 മത്തായിയുടെ സുവിശേഷം, അധ്വാനിക്കുന്നവരെ, ഭാരം വഹിക്കുന്നവരെ, ക്ലേശിക്കുന്നവരെ എൻ്റെ അടുക്കൽ വരിക. ഇപ്പം ക്ലേശം ഉണ്ടായാൽ നമ്മൾ ഉടനെ നമ്മളെന്ത് കോൾഫോർ ചെയ്യുകയാണ്. നമുക്ക് ക്ലേശം ഉണ്ടായാൽ അപ്പം തന്നെ ഈശോ ബാ തോമസ്, ബാ ലുസി, ബാ എന്ന് പറഞ്ഞ് ഈശോ വിളിക്കും. ക്ലേശം ഉണ്ടായാൽ മതി, നമ്മുടെ കൈ കുരിച്ചിരിക്കണ കണ്ടാൽ മതി. നമ്മുടെ കൈ കുരിച്ചിരിക്കണ കണ്ടാൽ അപ്പം ഈശോ വിളിക്കും, ഇങ്ങോട്ട് വാ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുരിശിരിക്കണ കൊണ്ടാണ് നമ്മൾ വിളിക്കണതേ. കുരിശൊരു ദൈവവിളിയാണ്. അധ്വാനിക്കുന്നവരെ, ഭാരം വഹിക്കുന്നവരെ, ക്ലേശം അനുഭവിക്കുന്നവരെ എൻ്റെ അടുക്കൽ വരിക. അപ്പം നമ്മുടെ കയ്യിൽ ഒരു കുരിശിരിക്കണ കണ്ട, ഇപ്പം നീ ഇപ്പോൾ കിടപ്പിലായ നിൻ്റെ അമ്മയെ പരിചരിക്കുകയാണ്, നിൻ്റെ കയ്യിലൊരു കുരിശിരിക്കുകയാണ്. ഇനി നീ അയൽവാസി ആശുപത്രിയിലായപ്പോൾ ചിലപ്പോൾ അവരുടെ വീടിൻ്റെ താക്കോൽ നിന്നെ ഏൽപ്പിച്ചിട്ട് പോകും. അപ്പം നമ്മളുടെ വീട്ടിലുള്ള പോലെ അവിടെ പശുവൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മാറ്റിക്കെട്ടുകയോ എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടാകും. നമ്മളുടെ ബന്ധു സ്നേഹം കൊണ്ട് ഏൽപ്പിച്ചതാണ്, നമുക്ക് ഇരട്ടിപ്പണിയായിപ്പോയി. പക്ഷെ നമ്മൾ അവരോടുള്ള സ്നേഹത്തിലാണ് അത് ചെയ്യണമെങ്കിൽ അതിനകത്ത് കൃപ കിട്ടത്തില്ല. ഈ ഡബിൾ ക്ലേശം വരുമ്പോൾ നമ്മളെന്ത് ചെയ്യും? അത് ക്രിസ്തുവിൻ്റെ കുരിശ് കാണുമ്പോൾ ഈശോ വിളിക്കും. പക്ഷേ ഈശോ നമ്മളെ വിളിക്കുമ്പോൾ നമ്മളെ ഈശോ വിളിക്കാനുള്ള ഒരു യോഗ്യതയാണ് ഈ കുരിശെന്ന് പറയണത്. അടുത്തേക്ക് വിളിക്കും. വിളിച്ചിട്ട് വിളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ഈ കുരിശ് യേശുവിൻ്റെ നാമത്തിലാണെന്ന് യേശുവിന് അറിയണം. പക്ഷേ ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം അതുമാത്രം പോരാ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഇത് മനോഹരമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ക്ലേശം വന്നാലും സ്വർഗീയ പൗരത്വത്തിൻ്റെ കാര്യക്ഷമതയും അഭിവൃദ്ധിയും വിശ്വാസി ഉറപ്പിച്ചെടുക്കും. അതിന് ദൈവം തരുന്ന ഒരു അവസരമായിട്ടാണ് അവൻ കുരിശിനെ കാണുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എനിക്ക് എന്ത് ക്ലേശം വന്നാലും, ഞാൻ ആരെപ്രതി ക്ലേശം അനുഭവിച്ചാലും അത് യേശുവിൻ്റെ നാമത്തിലെ സന്തോഷത്തോടെ ഏറ്റെടുക്കുവാൻ ആവശ്യമായ കൃപയാൽ എന്നെ നിറക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛൻ പറഞ്ഞ വചനം ഉടനെ അവരത് കാണിച്ചു കണ്ടില്ലേ? വലിയ സന്തോഷം, നന്ദി. ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു. ഫിലിപ്പിയർ 3:20. എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്ന് രക്ഷകനെ, കർത്താവായ യേശുക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതൊരു ബോധമാണ് ശരിക്കും. എല്ലാ ക്ലേശങ്ങളും കാലത്ത് എപ്പോഴും നീ ഓർക്കണം, ദൈവത്തിലെ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഈ കുരിശ് നമ്മൾ എടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, അയൽവാസിയുടെ പശു നമ്മളെ താക്കോൽ ഏൽപ്പിച്ചിട്ട് പോയതാണ്. അവർ ആശുപത്രിയിലാണ്. പക്ഷേ ആ പശു ഒഴിഞ്ഞ് അതിനെ സമയത്ത് കാടി കൊടുക്കണം, അല്ലെങ്കിൽ പുല്ല് കൊടുക്കണം. ഇതൊക്കെ നമുക്ക് എക്സ്ട്രാ ജോലിയാണ്. ചിലപ്പോൾ അത് അഴിഞ്ഞും പോകും, പിന്നെ അതിന് പുറകെ നടക്കണം. ഇത് തലവേദനയായില്ല, സ്വരകേടായില്ല എന്ന് പറയുമ്പോൾ ഉടനെ ഇതൊരു ബാധ്യതയായില്ല എന്ന് പറയുമ്പോൾ വീട്ടിലുള്ളവർ അതിൻ്റെ പുറകെ നടന്നിട്ട് നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ വല്ലാണ്ടായിപ്പോയില്ല എന്ന് വിചാരിച്ചു കഴിയുമ്പോൾ ഉടനെ ഇതിൻ്റെ കൃപ പോയി. നമ്മൾ മിണ്ടരുത്. ആ സമയത്തൊന്ന് മിണ്ടാതെ പറഞ്ഞ, കർത്താവേ, ഇതെൻ്റെ അയൽവാസിക്ക് വേണ്ടി എന്നതിനേക്കാളുപരി ഞാനിത് ചെയ്യണത് നിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനാണ്. ഈ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ വിശ്വാസത്തിൽ വളരണത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വിശ്വാസം വളരണ്ടേ? അതാ റോമൻ 4:20 പറയണത്. റോമൻ 4:20 എന്നാ പറയണത്? ഏറ്റു പറഞ്ഞ്, ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ വളരുവിൻ. ഇതാണ് സംഭവം. അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇപ്പം നമ്മൾ അയൽവാസി പശു അഴിഞ്ഞുപോയി നമ്മൾ. അപ്പോൾ വീട്ടുകാരൻ നമ്മളെ കുറ്റപ്പെടുത്തും. നിനക്ക് വല്ല കാര്യമുണ്ടോ, തലക്ക് അസുഖമാണെന്നൊക്കെ ചോദിച്ച് അവർ കോലായി ഇളന്തിനെന്ന് നമ്മളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ അയൽവാസിക്ക് വേണ്ടി ചെയ്യണത് അവർ കാണുന്നുമില്ല. നമ്മൾ ചെയ്യണം. ആർക്ക് വേണ്ടി ചെയ്യണം? ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവ്, നിനക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യണത്. കർത്താവ് പിരിയുമ്പോൾ എന്താ പറഞ്ഞതെന്നറിയാവോ? കർത്താവ് പിരിയുമ്പോഴെന്താ പറഞ്ഞത്? കുറച്ച് സമയം കഴിഞ്ഞാൽ പിന്നെ എന്നെ കാണത്തില്ല എന്നാ പറഞ്ഞത്. എന്നിട്ട് കർത്താവ് ഒരു വാക്ക് പറഞ്ഞ്, കാണാത്ത കാലത്ത് നമ്മളെന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ എന്നെ ലോകമറിയോ. അതാണ് 13:35. കുറച്ച് കഴിഞ്ഞാൽ എന്നെ കാണത്തില്ല, പക്ഷേ നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നും നിങ്ങളെൻ്റെ ശിഷ്യന്മാരാണെന്നും. യോഹന്നാൻ 13:35. എന്ത് അതിമനോഹരമായ വചനമാണ്. അപ്പോൾ ഇപ്പോൾ കർത്താവിനെ കാണുന്നില്ല, അയൽവാസിനെയും കാണുന്നില്ല. പക്ഷെ നമ്മൾ ഈ ജോലി, ക്ലേശം പിടിച്ച ജോലി ആർക്ക് വേണ്ടി ചെയ്യുന്നു? അയൽവാസിക്ക് വേണ്ടി ചെയ്യുന്നു. ആരുടെ പേര് ചെയ്യുന്നു? ഈശോയുടെ പേര് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകമറിയുമെന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ സുവിശേഷത്തിൻ്റെ സാക്ഷികളാകുകയും നമ്മൾ ഒരു അമീക്കബിൾ റിലേഷനുണ്ട്. ഇടവക ജനങ്ങളും ഇടയനും തമ്മിൽ. ആ ബന്ധത്തിൽ ക്രൈസ്തവർ മാത്രമല്ല, എല്ലാം ജീവജാലങ്ങളും അക്രൈസ്തവരും ഉണ്ട് അതിൻ്റെ അകത്ത്. അതെല്ലാം ഉൾക്കൊള്ളുന്നതിൽ അവരിലേക്കെല്ലാം യേശുവിൻ്റെ ഈ സന്ദേശമാണ് കൈമാറേണ്ടത്. അതാണ് ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ പശു അഴിഞ്ഞു പോയി, നിങ്ങളത് കെട്ടി, നിങ്ങൾ അതിനെ അഴിച്ച് കെട്ടി. അത് നമ്മളെ ഏൽപ്പിച്ച ആളത് കാണുന്നില്ല. നമ്മൾ വീട്ടുകാരൻ നമ്മളെ കുറ്റം പറയുകയും ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ 13:35 ഓർക്കണം. യോഹന്നാൻ്റെ സുവിശേഷം എന്താ ഓർക്കേണ്ടത്? ഞാൻ അതിന് മുകളിലുള്ള വചനമുണ്ട്. 13:33 തൊട്ടുള്ള വചനങ്ങളിൽ പറയും, അല്പസമയം കഴിഞ്ഞാൽ എന്നെ കാണുകയില്ലെന്ന്. അതാണ്, അല്പസമയം കഴിഞ്ഞാൽ നിത്യനിതാന്ത സമയത്തെ കർത്താവിനെ കാണാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. കർത്താവിനെ കണ്ടിട്ട് നിങ്ങൾ സൽപ്രവൃത്തി ചെയ്യാൻ കാത്തിരിക്കേണ്ട എന്നതിൻ്റെ അർത്ഥം. നമ്മൾ അല്പസമയം കഴിഞ്ഞാൽ എന്നെ കാണുകയില്ലെന്ന് പറയുന്ന വചനമില്ലേ, അത് കഴിഞ്ഞിട്ട് 4 വചനം കഴിഞ്ഞിട്ടാണ് ഈ 13:35 വരണത്. എന്താണ്? നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ശിഷ്യന്മാരാണെന്ന് ലോകമറിയുമെന്ന്. അപ്പോഴാ ഈ ശിഷ്യന്മാരാണെന്ന് ലോകത്തെ അറിയിക്കണം. എപ്പോഴാണ്? കർത്താവിനെ കാണാത്ത കാലമാണ്. ഒരു സൗഖ്യത്തിൻ്റെ അടയാളം കിട്ടാത്ത കാലമുണ്ടാകും. പ്രാർത്ഥിക്കാൻ തോന്നാത്ത കാലമുണ്ടാകും. കർത്താവ് ആബ്സെൻ്റ് ആണെന്ന് തോന്നുന്ന കാലമുണ്ടാകും.
ഞാൻ ഈ പ്രാർത്ഥിക്കണമെങ്കിൽ എവിടെ പോകണമെന്നറിയാൻ മേലാത്ത കാലമുണ്ടാകും, കാണാത്ത കാലം. കർത്താവിനെ കാണാത്ത കാലത്തും സ്നേഹത്തിൽ നിലനിൽക്കുമ്പോഴാണ് കർത്താവിൻ്റെ സാന്നിധ്യത്തിന് സാക്ഷിയായി മാറുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഇതുപോലെയുള്ള പ്രതിസന്ധി കാലഘട്ടങ്ങളിൽ അങ്ങേക്ക് സാക്ഷ്യം വഹിക്കാൻ ഒരു അടയാളം കണ്ടില്ലെങ്കിലും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വഹിക്കാനും പരസ്നേഹത്തിന് കുറവ് വരാതെ ഉപവിയുടെ അളായ്മയായി സുവിശേഷത്തിന്റെ സാക്ഷ്യം ജീവിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ പ്രിസൺ ലെറ്ററിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണെന്നറിയോ? ഇപ്പോൾ പ്രിസൺ ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ജയിലിൽ വെച്ച് എഴുതുന്ന കയ്യാമം ഇട്ടുകൊണ്ട് എഴുതുന്ന ലെറ്ററിനാണ് പ്രിസൺ ലെറ്റർ എന്ന് പറയുന്നത്. ജയിലിലെ ലേഖന. അതിൽ ഏറ്റവും മനോഹരമായ വാക്ക്, ജയിലിലെ അവസ്ഥ അറിയാവോ? അതായത് വളരെ പരിമിതമായ ഒരു സാഹചര്യമാണ്. ഞാൻ പല ജയിലിലും പോലീസ് സ്റ്റേഷനിലകത്തുള്ള ജയിലിലൊക്കെ പോയിട്ടുണ്ട്. ഒരു ദിവസം പോലീസ് സ്റ്റേഷനിലകത്തുള്ള ജയിലിൽ ഒരാളെ പിടിച്ചിട്ടപ്പോൾ അയാളെ ഇറക്കാൻ വേണ്ടി പോയി. അപ്പം പോലീസ് സ്റ്റേഷൻ്റെ അകത്തുള്ളത് വലിയ ജയിലല്ല, പക്ഷേ അതിൻ്റെ അകത്ത് ഉള്ളത് ജയിലാണ്. അതിൻ്റെ അകത്ത് ഒരു ടോയ്ലറ്റ് മാത്രം ഉണ്ടാവും, അതും തുറന്ന ടോയ്ലറ്റ്. എൻ്റെ അമ്മേ, തുറന്ന ഇരുമ്പഴിയുടെ ഉള്ളിലകത്ത് ടോയ്ലറ്റ് എന്ന് വെച്ചാൽ വാതിലില്ലാത്തൊരു കക്കൂസാണ് ഈ സാധനം. വാതിലില്ലാത്ത ഒരു കക്കൂസ, അതാണ് സാധനം. അപ്പം അതിൻ്റെ അകത്ത് നിൽക്കുന്ന ആളിൻ്റെ ദൈന്യത ഞാൻ കണ്ട് വിഷമിച്ചു പോയി ഒരു ദിവസം. അപ്പോൾ ഇതാണ് ജയിലിൻ്റെ അവസ്ഥ. ഇതിൻ്റെയൊക്കെ കയ്യാമം കൂടി വെച്ചേക്കും, അപ്പോൾ പണിയാവും. കാര്യം പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കയ്യാമം ആമം ഇട്ട കൈ കൊണ്ടാണ് എടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും ദുരിതം പിടിച്ച ഒരവസ്ഥയാണ്. എന്നിട്ട് ഇത്രയും ദുരിതം പിടിച്ച അവസ്ഥ, നമുക്ക് ഈ വീട്ടു തടങ്ങളിൽ താമസിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ആൾക്കാർ പലരും ടി വിയുടെ മുമ്പിലായിരിക്കണത് ഇല്ലേ? അപ്പോൾ ഈ ഇത്രയും കഷ്ടപ്പെട്ട അവസ്ഥയിൽ ഈ മനുഷ്യൻ പറഞ്ഞ വാക്കെന്താണെന്ന് അറിയാവോ? എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക. ദാറ്റ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് ദ ഫെയ്ത്ത്ഫുൾ. അതാണ് ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഇത്രയും ആകൃതം പിടിച്ചൊരവസ്ഥയിൽ പറയണ വാക്കെന്താണ്? എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. ഫിലിപ്പിയർ 4:4. എനിക്ക് ഭയങ്കരമായ സന്തോഷം തോന്നി ആ വാക്ക് കേട്ടപ്പോൾ. ഇതൊക്കെ എന്തിനാ പറയണമെന്നറിയാവോ? നമ്മുടെ ഈ സാഹചര്യത്തിൽ ഇതിനേക്കാൾ വലിയ വിഷമം അനുഭവിച്ച ആൾക്കാരെ ഹൃദയത്തിൽ അനുഭവിച്ച വിഷമമല്ല, കർത്താവിൻ്റെ കൃപയാണ്. അതാണ് പൗലോസ് ഫിലിപ്പിയർ ലേഖനം 4:4. നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഒന്നേറ്റ് പറഞ്ഞ, നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ആ വാക്കൊന്നിട്ട് പറഞ്ഞേ, നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ ഒന്നിട്ട് പറഞ്ഞേ, നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ഇത്രയും വിഷമം താൻ അനുഭവിക്കുമ്പോഴും പൗലോസ് അപ്പോസ്തലൻ ഒരു സഭയ്ക്ക് എഴുതുമ്പോൾ, എനിക്ക് ഭയങ്കര കഷ്ടപ്പാടാണ്, ഇവിടെ സമയത്ത് ഭക്ഷണം കിട്ടണില്ല, മൂട്ടകടി കൊള്ളുന്നുണ്ട്, പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ഇവിടെ സൗകര്യമില്ല, ഇങ്ങനെയുള്ള വേവലാതിയിൽ എഴുതുന്നത്. വാട്ട് കണ്ടന്റ്! ഇതൊരു ആ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആ നിറവ് കണ്ടില്ലേ? ഇത്രയും പ്രയാസം അനുഭവിക്കുമ്പോഴും വിശ്വാസി അത് പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നുണ്ടേ, ആപത്തിനോ വാളിനോ? റോമ 8:35 വായിക്കുമ്പോൾ എന്താ കിടക്കണത്? ആപത്തിനോ വാളിനോ പട്ടിണിക്കോ ആർക്ക് യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയും? സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ഇതൊരു ശാശ്വതമായ ഒരു യാഥാർത്ഥ്യമാണ്. അതായത് വാട്ട് എവർ ഹാപ്പൻ ടു അസ്, ഞാനൊക്കെ നിങ്ങളോട് പറയുന്നില്ല, നമുക്ക് എന്നാ സംഭവിച്ചാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിന് എല്ലാം അതിജീവിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. അതിനെല്ലാം അതിജീവിക്കുന്ന ഒരു, പക്ഷേ എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട്, നമ്മൾ അത്തരം ഒരു അഭിഷേകം പ്രാപിക്കാൻ വേണ്ടിയുള്ള സാഹചര്യത്തിൻ്റെ സമ്മർദ്ദമാണ് സഹനമെന്ന്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിത വ്യാപാരങ്ങളിലും സാഹചര്യങ്ങളിലും ഞാൻ വളരെയേറെ ക്ലേശിക്കുകയും വീർപ്പുമുട്ടുകയും ചെയ്യുന്നു. കർത്താവേ, പീഡിതനായ അപ്പോസ്തലന്റെ വിശ്വാസ ചൈതന്യത്താൽ ഫിലിപ്പിയർ 4:4 എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതാണ് പ്രശ്നം. എന്താണ് അങ്ങനെ പറയണത്? ആർക്കങ്ങനെ പറയാൻ കഴിയും? ഇപ്പോഴ് ഒന്ന് തലശ്ശേരി 5:16 എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, പിന്നെന്ത് ചെയ്യണം? ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുവിൻ, പിന്നെന്ത് ചെയ്യണം? എല്ലാ കാര്യങ്ങളും കൃതജ്ഞത പ്രകാശിപ്പിക്കുവിൻ. പ്രാർത്ഥിക്കുക, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും കൃതജ്ഞത പ്രകാശിപ്പിക്കുവിൻ. ശ്രുതികടേ ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലികമായ ഈ ക്ലേശകാലങ്ങളിൽ കൈവരിക്കുന്ന സന്തോഷത്തിൻ്റെ അഥവാ അപ്പോസ്തല പൈതൃകമായ സന്തോഷത്തിൻ്റെ ബേസ്മെൻ്റ് എന്താണ്? ഇപ്പം നമുക്ക് എപ്പോഴും സന്തോഷത്തിരിക്കാൻ നമുക്ക് പറ്റുമോ? ഇപ്പോൾ ഡോക്ടർ പറയുന്നു നമ്മുടെ രോഗം ഇനി മാറത്തില്ല, മരണം വരെ മരുന്ന് കഴിക്കേണ്ടി വരുമായിരിക്കുമെന്ന് ഡോക്ടർ പറയണം. അപ്പം നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണ് ചീട്ട് നോക്കിക്കൊണ്ട്. അപ്പം നമ്മുടെ കണ്ണ് നിറയും. ചീട്ട് നമ്മുടെ ഡയഗ്നോസിസിൻ്റെ കാർഡും കൊണ്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും. അപ്പോൾ കണ്ണ് നിറയുമ്പോൾ സന്തോഷമായിട്ടിരിക്കാൻ പറ്റുമോ? ശ്ലീഹ പറയും എപ്പോഴും സന്തോഷത്തിരിക്കാൻ. പിന്നെ എങ്ങനെ നമ്മൾ സന്തോഷത്തിലിരിക്കും? വാട്ട് ഇസ് എ ട്രബിൾ വിത്ത് അസ്? എവിടെയാണ് മിസ്സൊക്കെ? അതായത് സന്തോഷത്തിൻ്റെ ബേസ്മെൻറ്റിലാണ്. നമ്മൾ ഫിലിപ്പിയർ 4:4 എന്താ കണ്ടത്?
ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെപ്പോഴും സന്തോഷിക്കുവിൻ. ആരിൽ സന്തോഷിക്കാൻ? നമ്മുടെ കർത്താവിൽ സന്തോഷിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ദാറ്റ്സ് എ പോയിൻറ്റ്. അതായത് ഫിലിപ്പിയർ 4:4 പറഞ്ഞ എന്താണ്? നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുവിൻ. ആരിൽ സന്തോഷിക്കണം? നമ്മൾക്ക് വരുന്ന സുഖദുഃഖങ്ങളല്ല സന്തോഷിക്കേണ്ടത്. സുഖദുഃഖങ്ങളിൽ സന്തോഷിക്കണമല്ല ക്രിസ്ത്യൻ സന്തോഷം എന്ന് പറയണത്. ഇവിടെയാണ് നമ്മൾ ആരാധനയ്ക്ക് പ്രാർത്ഥിക്കേണ്ടത്. പിന്നെ എന്ത്? നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ദുഃഖം വന്നാലും സുഖം വന്നാലും നമ്മുടെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം വസ്തുവിലല്ല, അല്ലെങ്കിൽ അനുഭവങ്ങളിലല്ല, ഒരു വ്യക്തിയിലാണ്. ഈ കൊടുത്ത പോയിൻ്റ് മനസ്സിലായോ? നമ്മുടെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം, വിശ്വാസി നീ മനസ്സിലാക്കണം, നമ്മുടെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം അനുഭവങ്ങളിലല്ല. നമ്മുടെ ദുഃഖമോ സന്തോഷമോ നമ്മുടെ അനുഭവങ്ങളോട് ബന്ധപ്പെട്ടതല്ല. വിശ്വാസം സംബന്ധിച്ചിടത്തോളം അവൻ്റെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം ദ പേഴ്സൺ ജീസസ് ക്രൈസ്റ്റ്, കർത്താവായ യേശു ക്രിസ്തു എന്ന വ്യക്തിത്വമാണ്. കാര്യം അവൻ നമ്മൾ കുടികൊള്ളിടത്തോളം കാലം നമ്മുടെ സന്തോഷമോ സങ്കടമോ ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് അവൻ്റെ സാന്നിധ്യത്തിലാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ സന്തോഷത്തെ അടിസ്ഥാനപ്പെടുത്തുന്ന കർത്താവിൻ്റെ സാന്നിധ്യം എൻ്റെ ഹൃദയത്തിൽ നിറച്ചു തരണമേ. ശ്രദ്ധിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പൗലോസ് അപ്പോസ്തലൻ നമ്മുടെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം, ബേസ്മെൻ്റ്, റെഫറൻസ് ദ നെയിം ഓഫ് ജീസസ്. എൻ്റെ മക്കളെ, കർത്താവിന് ഒരു വിശ്വാസിയുടെ ഉദ്ദേശവും ലക്ഷ്യം എന്താണ്? കർത്താവിൻ്റെ സ്നേഹത്തിലും വ്യക്തിബന്ധത്തിലും വളരുക എന്ന് പറഞ്ഞ്, കർത്താവിൻ്റെ സ്നേഹത്തിലും വ്യക്തിബന്ധത്തിലും വളരുക. അപ്പം ഈ വളർച്ച അനുസരിച്ചിട്ടാണ് നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ. അത് മോശമായാലും അത് നല്ലതായാലും അതൊന്നും അല്ല നമ്മളെ ബാധിക്കുന്നത്. നമ്മുടെ സന്തോഷത്തെ തീരുമാനിക്കുന്നത് നമുക്ക് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ബാക്കിയുള്ളതെല്ലാം ഒരു പരിശീലനമാണ്. പൗലോസ് തന്നെ പറയണത് എന്താ? 4:12 ഫിലിപ്പിയർ 4:12 എന്ന് പറയണത്, താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം. നമ്മളെല്ലാവരും ഓരോരുത്തരും അങ്ങനെയാണ്. ഈ പ്രത്യേക കാലഘട്ടത്തിൽ താഴ്ന്ന നിലയിൽ ജീവിക്കും. അപ്പോസ്തല കാലത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് നോക്കിയേ? 4:12 നോക്കിയേ, താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. സമൃദ്ധി ജീവിക്കാനും ഏത് സാഹചര്യത്തിൽ കഴിയുവാനും എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതാണ് വിഷയം. പ്രാർത്ഥിക്കുക, കർത്താവേ ഈ കാലഘട്ടത്തിലെ ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന എല്ലാം താഴ്ന്ന നിലയിലെ ജീവിക്കുന്നവരും അതൊരു വിശ്വാസത്തിന്റെ പരിശീലനമായി കാണുവാനും നിരാശ വെടിഞ്ഞ് സന്തോഷത്തോടെ കർത്താവിന്റെ നാമത്തില് സ്വീകരിക്കുവാനും അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ അതിൻ്റെ ബി പോയിന്റ് വായിക്കുകയാണ് കേട്ടോ.
അതായത് ഫിലിപ്പിയർ 4:12 തന്നെ അതിൻ്റെ അവസാന ഭജനം എന്താണെന്ന് നോക്കിയാൽ, അതെ സുഭിക്ഷത്തിലും ദുർഭിക്ഷത്തിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലുമെല്ലാം. ഇപ്പം എപ്പോഴും സന്തോഷമായിരിക്കുന്നത് എന്ത് വകുപ്പിലാണ്? ചില സമയത്ത് എനിക്ക് നല്ല പരിശീലനം ലഭിച്ചിട്ടുണ്ട്. എന്തിലൊക്കെയാണ് പരിശീലനം കിട്ടിയിരിക്കുന്നത്? സുഭിക്ഷതയിലും ദുർഭിക്ഷതയിലും. ഇപ്പം ചില സമയത്ത് നമുക്ക് കറി ഉണ്ടാകത്തില്ലല്ലോ, കറി വാങ്ങിക്കാൻ പോകാൻ ആളില്ല. അതെ, സുഭിക്ഷതയിലും. എൻ്റെ മക്കളെ, ഇതൊരു നല്ല കാലമാണ്. കർത്താവുമായിട്ട് ചങ്ങാത്തം കൂടാൻ പറ്റിയ ഇടിവെട്ട് കാലമാണിത്. ഇതെല്ലാം പക്ഷേ നിങ്ങളിതെല്ലാം അക്കൗണ്ട് ചെയ്യണം. ഇതെല്ലാം കർത്താവിൻ്റെ നാമത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പരിശീലനമായിട്ട് എടുക്കണം. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ ഇല്ലായ്മയും വല്ലായ്മയും പോരായ്മയും അങ്ങയുടെ ദാരിദ്ര്യവ്രതത്തോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നിന്റെ നാമത്തിൽ സ്വീകരിച്ച് കുരിശെല്ലാം കൃപയാക്കി മാറ്റുവാൻ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഫിലിപ്പിയർ 4:13 വരുമ്പോൾ അതിൻ്റെ മുകളിലുള്ള വചനമാണ് നമ്മൾ വായിച്ചത്. 4:12 ഭൂയിപ്പവൻ്റെ അതേ സുഭിക്ഷതയിലും ദുർഭിക്ഷതയിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലുമെല്ലാം എന്നെ ശക്തനാക്കുന്നവനിലൂടെ അതേറ്റ് പറഞ്ഞേ, എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു പോയിന്റ് എൻ്റെ മക്കൾ മനസ്സിലാക്കിയോ? നമ്മളെ ശക്തനാക്കുന്നത് ആരാണ്? ഇപ്പോൾ ഈ പൗലോസ് തന്നെയാണ് ഫിലിപ്പിയർ 4:4 പറഞ്ഞത്. 4:4 നമ്മൾ വായിച്ചതാണ്. എന്താണ്? എപ്പോഴും നിങ്ങൾ സന്തോഷിക്കുവിൻ. ആരല്ലേ? കർത്താവുമായ യേശു ക്രിസ്തുവിൽ. ഇവിടെയും അത് തന്നെയാണ് പൗലോസ് പറയണത്. അതായത് നമ്മുടെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം നമ്മുടെ അനുഭവങ്ങളല്ല, പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആയിട്ടുള്ള അനുഭവങ്ങളല്ല, മറിച്ച് നമുക്കെന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല വിഷയം. വാട്ട് ഹാപ്പൻ ടു ഇസ് ഡസൻറ്റ് മേക്ക് എനിത്തിങ് എന്ന് ഞാൻ എപ്പോഴും പറയും. പിന്നെ എന്താണ്? അതെങ്ങനെ നീ കർത്താവിൻ്റെ നാമവുമായി റെഫർ ചെയ്യുന്നു, അതാണ് വിഷയം. ഇപ്പോൾ ആരാണ് ശക്തനാക്കണത്? ഇപ്പോൾ സുഭിക്ഷതയിലും ദുർഭിക്ഷതയിലും എന്നെ ശക്തനാക്കുന്നതിലൂടെ, അതാണ് ഫിലിപ്പിയർ 4:13. അപ്പം നമ്മളെ സന്തോഷിപ്പിക്കുന്നത് ആരാണ്? നമ്മളെ ശക്തനാക്കുന്നവനാണ്. അല്ല, നമുക്ക് സംഭവിക്കുന്ന കടങ്ങളല്ല നമ്മളെ അശക്തമാക്കുന്നത്, നമുക്ക് കിട്ടിയിരിക്കുന്ന പണവുമല്ല നമ്മളെ ശക്തമാക്കുന്നത്. നമ്മളെ വിശ്വാസി, നീ അറിയണം, നിന്നെയും എന്നെയും ശക്തമാക്കുന്നത് ആരാണ്? എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് കഴിയും. ഇപ്പം നമ്മളെ ശക്തനാക്കുന്നത് ഒന്നും ഈ ഉപയോഗിച്ച് കഴിയുമ്പോൾ, ഇപ്പം ദുർഭിക്ഷത എന്ന് പറയുന്നത് എന്താണ്? 4 ഷർട്ട് ഒരാഴ്ചയിൽ കഴുകി ഉപയോഗിക്കുന്ന ആൾ ഇപ്പം 2, ഇപ്പം മഴയായത് കാരണം ഉണങ്ങിപ്പോലും കിട്ടണില്ല. ഇപ്പം നമ്മൾ 2 ഷർട്ടാണ് ഉപയോഗിക്കുന്നത്. അത് പുറത്തോട്ട് ഇട്ടുകൊണ്ട് വരുമ്പോൾ അതിന് മണവുമാണ്. എന്താ കാര്യം? അത് നല്ലവണ്ണം വെയിൽ കൊണ്ട് ഉണങ്ങണില്ല. പിന്നെ തേച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക ദുർഗന്ധമാണ്. അപ്പോൾ നമ്മൾ ഓർക്കും, ഇപ്പോൾ നമ്മൾ തിരിഞ്ഞെടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഷർട്ടേ കിട്ടത്തുള്ളൂ. പണ്ട് 4 ഷർട്ട് ഇട്ടുകൊണ്ട് പോയ ആളാണ് ഇപ്പോഴ് ഒരാഴ്ച 1 ഷർട്ടാണ്. ദുർഭിക്ഷതയാണ്. പക്ഷേ ദൈവത്തിലെ ഇങ്ങനെ കൃപയുടെ ഒത്തിരി വഴികൾ വരുന്നുണ്ട്, പക്ഷേ നമ്മൾ തിരിച്ചറിയണില്ല. ഇതെല്ലാം കൃപയാക്കി, ഈ കുരിശെല്ലാം കൃപയാക്കി മാറ്റാൻ പറ്റും. എപ്പോഴാണ്? എന്നെ ശക്തനാക്കുന്നതിലൂടെ. ഇതെല്ലാം ഈശോയുടെ നാമത്തിൽ നിന്ന് മാറ്റിയെടുക്കും. ഈശോയുടെ കുരിശുരൂപം കാണുമ്പോൾ അർത്ഥനഗ്നനായിട്ടാണ് അവിടുന്ന് കിടക്കുന്നത്. അങ്ങനെയാണെന്ന് പോലും മൈക്കലാഞ്ചലോസിൻ്റെ
അനാട്ടമി സ്കെച്ച് വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ഈശോ ഫുൾ നേക്കഡ് ആയിരുന്നെന്ന് തോന്നും. അപ്പം നമുക്ക് വസ്ത്രത്തിനൊരു ലോപം വരുമ്പോൾ നമ്മൾ കർത്താവിനെ ഓർക്കും, വസ്ത്രമില്ലാതെ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുവാനെ ഓർക്കും. എന്നിട്ട് നമ്മുടെ ഇല്ലായ്മകളുടെ ദുർഭിക്ഷതകളെ അവൻ്റെ നാമത്തിൽ ഏൽപ്പിച്ച് കഴിയുമ്പോൾ വിൽ ബി എംപയർഡ്. നമ്മളുടനെ ആ സമയത്ത് ശക്തമാകും. എന്താ കാര്യം? അങ്ങനെയാണ് നമ്മൾ ശക്തനാക്കണത്. അല്ലാതെ ഇങ്ങനെ കറണ്ടടിക്കണ പോലെ ആരെയും കർത്താവ് ശക്തമാക്കത്തില്ല. നമുക്കുള്ള ദുർഭിക്ഷതയില്ലേ, നമുക്ക് വസ്ത്രമില്ലാത്തൊരു അവസ്ഥ വരുമ്പോൾ അവൻ്റെ അർത്ഥമാകാണ അവസ്ഥകളെ നമ്മൾ ധ്യാനിച്ച് കഴിയുമ്പോൾ ജീസസ് ഇറ്റ് ഈസ് ഫോർ യു, ഇത് നിനക്ക് വേണ്ടിയാണ്. നിൻ്റെ ഇല്ലായ്മകളുടെ കൂടെ ഞാൻ, നിൻ്റെ രക്ഷണീയമായ സഹനത്തിൻ്റെ കൂടെ ഞാൻ എൻ്റെ ഇല്ലായ്മകളെ കൂട്ടിവെക്കണമെന്ന് പറയുമ്പോൾ വിൽ ബി എംപവേർഡ്, നമ്മൾക്ക് ആത്മാവ് ശക്തി ലഭിക്കും. അതുകൊണ്ട് പൗലോസ് ആ ലേഖനം അവസാനിപ്പിക്കുമ്പോൾ പൗലോസ് പറയും, കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവിൻ്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ. എന്ത് മനോഹരമാണ് ആ വചനം. 4:23 ഫിലിപ്പിയരെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പൗലോസിൻ്റെ മൈൻഡ് കണ്ടില്ലേ മക്കളെ? നമ്മൾ ഫിലിപ്പിയർ 4:20 വായിച്ചില്ലേ? എന്താണ്? നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്ന് വായിച്ചില്ലേ? അതുപോലെ ഇപ്പോഴത്തെ എന്താ പറയണത്? ഈ ഇപ്പം എന്നെ ശക്തനാക്കുന്നതിലൂടെ എന്ന് പറയുന്ന ഫിലിപ്പിയർ 4:13 അവസാനിക്കണം എങ്ങനെയാണ്? എന്തുകൊണ്ടാണ് ശക്തനാക്കണത്? കർത്താവിൻ്റെ കൃപ. 4:23 ഫിലിപ്പിയർ 4:23 കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവിൻ്റെ കൂടെ ഉണ്ടാവട്ടെ. ഈ ആത്മാവിൽ ലഭിക്കുന്ന കൃപയെക്കുറിച്ചാണ് പൗലോസ് ശക്തമാക്കുക എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. വിൽ ബി എംപവേർഡ് വിത്ത് ദ ഗ്രേസ്. കൃപ കൊണ്ടാണ് ശക്തമാക്കുന്നത്, അല്ലാതെ കറണ്ടടിക്കണ പോലെ അല്ല. അതുകൊണ്ടാണ് പൗലോസ് പറയണത്, ദുർഭിക്ഷതയായാലും സുഭിക്ഷതയായാലും എന്നെ ശക്തനാക്കണത് സുഭിക്ഷതയൊന്നുമല്ല, മറിച്ച് എന്താണ്? എൻ്റെ കർത്താവിൻ്റെ നാമമാണ്. When I take in the name of Jesus Christ, I will be empowered. കർത്താവിൻ്റെ നാമത്തിലാണ് ഞാൻ എൻ്റെ നഗ്നത ഇല്ലായ്മയൊക്കെ കർത്താവിൻ്റെ നാമത്തെ ഏറ്റെടുക്കുമ്പോൾ കർത്താവിൻ്റെ സ്നേഹത്താൽ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് 4:23 കർത്താവിൻ്റെ കൃപ, കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ ശക്തി എൻ്റെ ആത്മാവിൻ്റെ കൂടെ ഉണ്ടാവട്ടെ. അങ്ങനെയാണ് നമ്മൾ പവർ ചെയ്യണത്. ശരീരത്തെക്കുറിച്ചല്ല ചിന്തിക്കണത് ആ സമയത്തൊക്കെ, ആത്മാവിനെക്കുറിച്ചാണ്. അതാണ് വിശ്വാസിക്കൊന്നും നഷ്ടമല്ലാതെ വരുന്നത്, എല്ലാം ലാഭമായി വരുന്നത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ, പരമദീപികാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഫിലിപ്പിയരെ കഴിഞ്ഞിട്ട് കൊളോസ്യ ലേഖനം 2:23 ഈ ആശയത്തെ പൗലോസ് പൂർണ്ണമാക്കുന്നത് കൊളോസ്യ ലേഖനത്തിൽ വെച്ചാണ്. എൻ്റെ മക്കളെ, നിങ്ങൾ രാത്രിയും പകലും സമയം കിട്ടുമ്പോഴൊക്കെ കർത്താവിൻ്റെ വചനം പതുക്കെ ഇരുന്ന് ഈ കാലഘട്ടത്തിൽ ധ്യാനിക്കണം. നിങ്ങൾക്ക് ദൈവത്തിനെക്കുറിച്ച് എപ്പോഴും നിങ്ങൾ മക്കളെ, വീട്, ജോലി, കടങ്ങളിങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ എപ്പോഴും ചിന്തിച്ചുകൊണ്ട് നടന്നാൽ നിങ്ങളുടെ ക്ലേശം വർദ്ധിക്കും. മരുമകൾ, അല്ലെങ്കിൽ മക്കൾ, അല്ലെങ്കിൽ അവരെ കെട്ടിച്ചു വിട്ടിരിക്കുന്ന വീട്, അവരുടെ പ്രസവം, അവരുടെ കുഞ്ഞുങ്ങൾ, അവരുടെ അഡ്മിഷൻ, ഇങ്ങനെ
ഈ ലോകായികമായ കാര്യം തന്നെ എപ്പോഴും ചിന്തിച്ച് നടന്നാൽ നിങ്ങൾ നിങ്ങളുടെ ക്ലേശം വർദ്ധിപ്പിക്കും. അത് കുറേ ദൈവത്തിന് ഏൽപ്പിക്കുക. കർത്താവിന് ഇഷ്ടം പോലെ ചെയ്യട്ടെ, കർത്താവെല്ലാം നല്ലതുപോലെ ചെയ്യത്തുള്ളൂ. അവിടെ നിന്നെല്ലാം നല്ലതുപോലെ ചെയ്യണമെന്നല്ലേ കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കണത്. അപ്പോൾ എന്നിട്ട് നമ്മളെന്ത് ചെയ്യണം? നമ്മൾ കർത്താവിൻ്റെ വഴികളും കർത്താവിൻ്റെ വചനങ്ങളും അന്വേഷിക്കണം. കുറേ സമയം, ഈ ഏറ്റവും നല്ല കാലമാണിത്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലമാണ് കടന്നു പോണത്. ആവശ്യത്തിന് സമയമുണ്ട്, പ്രാർത്ഥിക്കാൻ നേരമുണ്ട്, നമുക്കൊരു മനസ്സുണ്ടായാൽ മാത്രം മതി. പ്രാർത്ഥിക്കർത്താവായ ദൈവമേ, ഈ ഒരു നല്ല കാലത്തെ കർത്താവേ, എനിക്ക് അങ്ങേ അറിയുവാനും അങ്ങയുടെ വചനം ഗ്രഹിക്കുവാനും എൻ്റെ ജീവിതം പ്രാർത്ഥനയിലെ കൂടുതൽ വ്യാപരിക്കുവാനും എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. നമ്മൾക്ക് ഇന്നില്ല, അതില്ല, ഇതില്ല എന്നൊക്കെ പറയണില്ല. അതിനെ സ്പർശിക്കരുത്, രുചിക്കരുത് എന്നൊക്കെ പറയണില്ല. അതില്ല, ഇതില്ല എന്ന് പറഞ്ഞ് നമുക്ക് നിരാശപ്പെടുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യണില്ലേ? ഈ വിഷയം വെറും മാനുഷികമാണ്. ഇതിനെക്കുറിച്ച് ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കരുത് എന്നാണ് പറയണത്. കാര്യം എന്താണ്? ഉപയോഗിക്കുമ്പോൾ ഇതെല്ലാം നശിച്ചു പോകും. എന്ത് മനോഹരമായ വചനമാണ്, നിങ്ങളത് വായിച്ച് നോക്കണം ശരിക്കും. ഉപയോഗിക്കുമ്പോൾ ഇതെല്ലാം നശിച്ചു പോകും. നശിച്ചു പോകാത്തതിനെക്കുറിച്ചാണ് വിശ്വാസി എപ്പോഴും ഇങ്ങനെയുള്ള സമയത്ത് ചിന്തിക്കേണ്ടത്. ഇതെല്ലാം നശിച്ചു പോണതാണ്, നശിച്ചു പോകാത്തതിനെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് ഈ എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് കർത്താവിൻ്റെ നാമത്തിലാക്കിയിരിക്കേണ്ട കാര്യം അതാണ്. ഇത് പൗലോസിൻ്റെ അതിശക്തമായ വിശ്വാസ ജീവിതമാണ്. എൻ്റെ മക്കൾ ഓർക്കണേ, ഇതെല്ലാം ജയിലിൽ വെച്ച് എഴുതിയാണെന്ന് ഓർക്കണം കേട്ടോ. നമ്മളെക്കാൾ കഷ്ടപ്പെട്ട അവസ്ഥയിൽ എഴുതിയിട്ടുള്ളതാണിത്. ദാറ്റ് മീൻസ് നമ്മുടെ ഫെയ്ത്ത് ഈസ് ആപ്പ് ടു സച്ച് എ റെഫറൻസ്. അത്തരമൊരു കാര്യങ്ങൾക്ക് വേണ്ടി, അത്തരമൊരു ജീവിത ദുരിതങ്ങളെ അഭിമുഖീകരിക്കാൻ വേണ്ടി മാത്രം അവർ ഫെയ്ത്ത് ഈസ് കേപ്പബിൾ. തൻ്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകിയെന്ന് നമ്മൾ 1:12 വായിക്കുന്നില്ലേ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ? ആ കഴിവെന്താണ്? അത് ഈ കഴിവാണ്. എന്ത് കഴിവാണ്? എല്ലാം ദുർഭിക്ഷതയിലും എന്നെ ശക്തനാക്കുന്നതിലൂടെ സന്തോഷിക്കാനുള്ള കഴിവാണ് ദൈവമക്കളുടെ കഴിവ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ ക്രിസ്തീയത അതിമനോഹരവും അതീവ ഹൃദ്യവും ലോകത്തെ ജയിക്കുന്നതുമാണ്. അതാണ് കർത്താവ് പറഞ്ഞത്, ഭയപ്പെടരുത്, കൊറോണ ആയാലും ഭയപ്പെടരുത്. എന്താണ്? ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ. ആത്മധൈര്യം നശിപ്പിച്ച് കളയരുത്. പൗലോസിൻ്റെ വചനങ്ങളാണ്. ഹെബ്രായർ 10:35. ഇതൊക്കെ ഓരോ ദിവസവും സംഭവിക്കുന്ന ചില വിഷയങ്ങളൊക്കെ ഉണ്ടാവില്ല കുടുംബത്തിൽ. അതൊക്കെ ഓർത്തിട്ട് ആത്മധൈര്യം നശിപ്പിച്ച് കളയരുത്. എന്താ കാര്യം? ഹെബ്രായർ 10:35 അനുസരിച്ച് പൗലോസ് പറയും, ആത്മധൈര്യം നഷ്ടപ്പെടുത്തി കളയരുത്. എന്താണ് കാരണം? അതിന് വലിയ റിവാർഡ് വരാനിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ റിവാർഡിനെ നോക്കിപ്പാറ്റ് അതിന് വലിയ പ്രതിഫലം സിദ്ധിക്കാനിരിക്കുന്നു. ദൈവത്തിലെ നീ കർത്താവിൻ്റെ നാമത്തെ അനുഭവിക്കുന്ന ഓരോ ദുർഭിക്ഷതയില്ലേ, അതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ
അക്സെപ്റ്റ് ചെയ്ത് സ്വീകരിച്ച് കഴിയുമ്പോഴേ ആത്മധൈര്യം നീ കൈവശപ്പെട്ട ഈ ആത്മധൈര്യത്തെ നമുക്ക് എവിടുന്നാണ് കിട്ടുന്നത്? വിശ്വാസത്തിൽ നിന്നാണ് ആത്മധൈര്യം കിട്ടുന്നത്. വിശ്വാസം നിലനിൽക്കാനാണ് ഈ പറയണത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മധൈര്യത്തിൻ്റെ ബേസ്മെൻ്റ് എന്താണ്? അവനിലുള്ള വിശ്വാസമാണ്. മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രോഗമാകാം, ക്ലേശമാകാം, ക്ഷീണമാകാം, അതിനെ എല്ലാം അതിജീവിക്കാനുള്ള സിംഗിൾ നെയിം, ദ നെയിം ഓഫ് റെഫറൻസ്, ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവിൻ്റെ നാമമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവ് വചനത്തിലൂടെ നമ്മളോട് സംസാരിച്ചു, നമ്മളെ ശക്തിപ്പെടുത്തി. ഇനി കർത്താവ് നിങ്ങളുടെ ശാരീരികമായ രോഗങ്ങളെ, നിങ്ങളുടെ ജീവിത പ്രയാസങ്ങളെ, ആരാധനയിലെ നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവികമായി ഇടപെടലുണ്ടാകുന്ന സമയമാണ്. അച്ഛൻ ശാന്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എൻ്റെ മക്കൾ ഒന്നെ സ്തുതിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വിശ്വാസപ്രമാണം ചെയ്തുകൊണ്ടിരിക്കുക. കർത്താവ് നിങ്ങളുടെ ശരീരങ്ങളെ സ്പർശിക്കും, നിങ്ങളുടെ ജീവിത മണ്ഡലങ്ങളെ സ്പർശിക്കും, നിങ്ങളുടെ ആത്മാവിനെ സ്പർശിക്കും. കർത്താവ് ഈ നിമിഷം നിങ്ങളുടെ അടയാളങ്ങൾ നൽകും. ശ്രുതികട. ഹല്ലേലൂയ, 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 നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്ത് കർത്താവേ. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവെ. രോഗികൾ കർത്താവ് ലോകമെമ്പാടും ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവെ. അങ്ങക്ക് ഒരു സെക്കൻഡ് മതി കർത്താവെ അവർ മക്കളെ സ്പർശിക്കാൻ. ഈശോ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ മണിക്കൂറുകളെല്ലാം കർത്താവെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നു കർത്താവെ. ഓരോ 5 ഭൂഖണ്ഡങ്ങളെ അങ്ങ് ദൃശ്യത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 5 ഭൂഖണ്ഡങ്ങൾ കർത്താവെ ഈ ആരാധന ഇപ്പോൾ ലൈവായി കൂടിക്കൊണ്ടിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ കർത്താവെ ഈ ആരാധന കർത്താവെ യൂട്യൂബിൽ നിന്നും കർത്താവെ നെറ്റിൽ എടുത്തുകൊണ്ട് കൂടാൻ പോകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ അങ്ങനെ വിശുദ്ധമായ വലതുകരം കർത്താവെ മക്കളെ സ്പർശിക്കണമേ. അടിപ്പട പോലെ വൈദ്യാഘാതം ദൈവികമായ ശക്തി മക്കൾക്ക് ആവശ്യിക്കട്ടെ. ഈശോ നിന്റെ വിശുദ്ധമായ രക്തത്താൽ മക്കളെ സ്നാനപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അസ്ഥിവേദനക്കാരെ കർത്താവ് സ്പർശിക്കണമേ. ഈശോ മഴയുള്ളവരെ, സിസ്റ്റുള്ളവരെ, തൈറോയ്ഡ് രോഗികളെ സ്പർശിക്കണമേ. ഹൃദയരോഗികളെ സ്പർശിക്കണമേ കർത്താവേ. വ്യത്യസ്തമായ രോഗങ്ങളാൽ വേദന അനുഭവിക്കുന്നവരെ അങ്ങ് സ്പർശിക്കണമേ. ഈശോ നിന്റെ വിശുദ്ധമായ തിരുമുറിവാർന്ന് വലത്ത് കരത്താൽ ഓരോ മകനെ തൊണ്ടയെ സ്പർശിക്കണമേ. തൈറോയ്ഡുകാരെ സ്പർശിക്കണമേ. പൊളിച്ചത്തുകാരെ സ്പർശിക്കണമേ. സ്പൊല്ലോസുകാരെ സ്പർശിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മക്കളെ, വീണ്ടും അച്ഛൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുക. അല്ലാത്തവരെ, അതറിയാൻ പാടില്ലാത്തവർ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ഈ കർത്താവിന് സൗഖ്യം അനുഭവിക്കുന്ന സമയമാണ്. കർത്താവേ, അങ്ങനെ തിരുസന്നിധി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഈശോ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവ്. നടുവേലക്കാരെ സ്പർശിക്കണമേ. കിഡ്നി രോഗികളെ സ്പർശിക്കണമേ കർത്താവ്. രോഗികളെ, പിസിഒഡി രോഗികളെ, അർസസ് രോഗികളെ, അൾസർ രോഗികളെ കർത്താവ്. വ്യത്യസ്തമായ രോഗങ്ങളാൽ പീഡ അനുഭവിക്കുന്നവരെ യേശുവേ നിന്റെ വിശുദ്ധമായ തിരുമുറിവാർന്ന് മറന്നു കിടത്താൻ കർത്താവേ. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവ്യമായ അർത്ഥാരയിൽ നിന്ന് കർത്താവ് ദിവ്യകൃപാനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് ലോകത്തിൻ്റെ എമ്പാടും കർത്താവ് ഓരോ ജില്ലകളിലെ, ഓരോ രാജ്യങ്ങളിലെ, സംസ്ഥാനങ്ങളിലെ ഓരോ ഭവനങ്ങൾ കർത്താവ് ഇപ്പോൾ ആരാധനയായിരിക്കുന്ന ഓരോ മകനെയും മകളെയും കർത്താവ് ശ്വാസകോശ രോഗികളെ സ്പർശിക്കണമേ. ഹൃദയരോഗികളെ സ്പർശിക്കണമേ. പാൻക്രിയാസ് രോഗികളെ സ്പർശിക്കണമേ. ലിവർ രോഗികളെ, കരരോഗികളെ സ്പർശിക്കണമേ. ഹൃദയ രോഗികളെ സ്പർശിക്കണമേ. ഉദര രോഗികളെ സ്പർശിക്കണമേ. യേശുവേ, യേശുവേ മക്കളുടെ ആചാരം സ്പർശിക്കണമേ. ഈശോയെ ഗർഭാശയത്തിൽ വേദനയുള്ളവരും ശിശുക്കളുള്ളവരും സ്പർശിക്കണമേ. കർത്താവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന യേശുവിനുമായ നാമത്തിൽ അധികാരത്തിൽ കുശിന്റെ അടയാളത്തിൽ മാറിയ രോഗങ്ങള്, തീരവേറ്റുകള് യേശു നാമത്തില് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ.
ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, എപ്പോഴും വേർത്തോണ്ടിരിക്കുന്ന ഒരാളെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. അയാളുടെ രോഗം ആ വേർപ്പല്ല, വേറെ ചില രോഗങ്ങളുള്ളത് കൊണ്ടാണ് അങ്ങനെ മുതുകാണ് വേർക്കുന്നത്. എപ്പോഴും ഇങ്ങനെ മുതുക് വേർത്തിങ്ങനെ ഒഴുകി താഴേക്ക് വീണുകൊണ്ടിരുന്നിട്ട് എല്ലാ അടിവസ്ത്രവും നനയും. അത്ര രോഗിയെ കർത്താവ് ഇപ്പോൾ സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനോട് ചേർന്ന് പ്രാർത്ഥി. കർത്താവായ ദൈവമേ, അസ്ഥിരോഗികളെ സ്പർശിക്കണമേ, ത്വക്ക് രോഗികളെ സ്പർശിക്കണമേ, വിശപ്പ് രോഗികളെ സ്പർശിക്കണമേ. കർത്താവേ, ഉള്ളം കാലം മുതലേ ഉച്ചവരെ വ്യത്യസ്തമായ രോഗങ്ങളാൽ വേദനപ്പെടുന്നവരെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. മക്കളെ, ഇപ്പോഴും ഈ ദിവസങ്ങളിൽ ഓൺലൈനിൽ പ്രാർത്ഥിച്ചപ്പോൾ കുറേ സൗഖ്യങ്ങൾ ആൾക്കാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് നിങ്ങൾക്ക് തോന്നുന്നു ഇങ്ങനെ അകലങ്ങളിൽ ധ്യാനം കൂടുമ്പോൾ കർത്താവ് ധ്യാന കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന പോലെ ഫലമുണ്ടാകുമെന്ന് ചിലർക്ക് സംശയമുണ്ട്. ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല. കർത്താവിന് അകലവും ഇല്ല, അടുപ്പവുമില്ല. എല്ലാം വിശ്വാസത്തിൽ കർത്താവ് നിന്നെ സ്പർശിച്ചു കൊണ്ടാണ് നിൽക്കണമെന്നുള്ള ബോധത്തിലാണ് നീ പ്രാർത്ഥിക്കേണ്ടത്. കർത്താവായ ദൈവമേ, അനേകം മക്കളെ കർത്താവ് ജോലി ഇല്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ബാധ്യതയുള്ളവരെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെ, വാടക താമസിക്കുന്നവരെ, വീടില്ലാത്തവരെ, സ്ഥലമില്ലാത്തവരെ, വിവാഹം ഒത്തുവരാത്തവരെ, മക്കളില്ലാത്തവരെ, പ്രമാണങ്ങളെ നഷ്ടപ്പെട്ടവരെ, പകടമ്പടി നടക്കാത്തവരെ, വെക്കാൻ പറ്റാത്തവരെ, വാങ്ങാൻ പറ്റാത്തവരെ, പലതരത്തിലുള്ള വേദനകളാൽ വിഷമിക്കുന്നവരെ, മൂലമുള്ള സാങ്കേതികമായ തടസ്സങ്ങളുള്ളവരെ, നഷ്ടപ്പെട്ടവരെ, അതിന്റെ കാലതാമസം വരുന്നവരെ, എക്സ്പയർ ആകാൻ പോകുന്നവരെ, വർക്ക് പെർമിറ്റ് ഇല്ലാത്തവരെ, പല രേഖകളും നഷ്ടപ്പെട്ടവരെ, പ്രമാണങ്ങളെ ഇല്ലാത്തവരെ, റേഷൻ കാർഡ് പോലും പ്രയാസം അനുഭവിക്കുന്നവരെ, കർത്താവേ, ആ എല്ലാ അടിസ്ഥാന രേഖകളെ സമ്പാദിക്കുന്ന വിഷമസന്ധകളിലെ വേദനിക്കുന്നവരെ അങ്ങ് സ്പർശിക്കണമേ. സന്തോഷത്തോടെ സാക്ഷ്യം പറയാൻ ഇടയാക്കണമേ. വിദ്യാഭ്യാസത്തെയും പരീക്ഷയെയും പഠനങ്ങളെയും പുതിയ അഡ്മിഷനെയും കർത്താവെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. ശ്രുതികട്ടെ. ഇപ്പോഴും സമാപന ആശീർവാദത്തിൻ്റെ സമയമാണ്. നിങ്ങളുടെ വ്യക്തിപരമായ വിഷയങ്ങൾ അതീവ ഭക്തിയോടുകൂടി പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. ആശീർവാദത്തിന് വിഷയങ്ങളിൽ കർത്താവ് നിങ്ങളെ സ്പർശിക്കുന്നതാണ്. രണ്ട് കൈകളും ഉയർത്തി സ്വീകരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നും നമ്മെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമ